ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ 4th യൂണിറ്റ് ആയിട്ടുള്ള ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന ചാപ്റ്ററാണ്. സോ ഇവിടെ ഈ ബിഗ് പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോറി ഡീൽ ചെയ്യുന്നത് എന്തൊരു തീം വെച്ചിട്ടായിരിക്കും എന്നുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഫീസ്റ്റിൻ്റെ ചിത്രമാണല്ലേ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെയുള്ള കുട്ടികൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളെല്ലാമുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ പിക്ചറിൽ പറയുന്നത് പോലെ തന്നെ ഈ സ്റ്റോറി ഡീൽ ചെയ്യുന്നത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? ഫുഡ് അല്ലേ. അത് ട്രീസിന് ഫുഡ് വേണം, ആനിമൽസിന് ഫുഡ് വേണം, ഹ്യൂമൻ ബീയിങ്സിനും ഫുഡ് വേണം. ഫുഡില്ലാണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ ഒക്കുന്നുണ്ടോ? ഇല്ല. സോ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഫുഡ്. ഇവിടെ നിങ്ങൾക്ക് ജെയിംസ് പിയറിൻ്റെ ഒരു കോട്ട് കാണാം. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. ലോകം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആർക്കും ചില കാര്യങ്ങൾ നമുക്ക് ചില രാജ്യത്ത് വേണ്ട, ചില സ്ഥലങ്ങളിൽ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ചില മനുഷ്യർ ചില കാര്യങ്ങൾ യൂസ് ചെയ്യില്ല, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഫുഡ് എന്നുള്ള ഒരു തീം നമ്മളെടുത്താൽ അതെല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ്. ഇവിടെ ഡോർവേ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പിക്ചറിനകത്ത് കാണുന്നത്? അവിടെ ഒരു കുട്ടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അവളുടെ അമ്മ ഡോറ് തുറന്നപ്പോൾ പുറത്താരോ വന്നു നിൽക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? ഷീ ഈസ് ഈറ്റിംഗ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഇഫ് സംവൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പലതരത്തിൽ ആൻസർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ വരുന്ന ആളുകൾക്കനുസരിച്ചിരിക്കും നമ്മളുടെ റെസ്പോൺസും അല്ലേ. നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അവരെ എന്ത് ചെയ്യും? അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യും. അവരവിടെ ഇരിക്കും. ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഒരു സമയമാണ്, ഇഫ് ദേ ആർ ഹംഗ്രി, നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഫുഡ് ഷെയർ ചെയ്യും. ഇനി നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ് പുറത്ത് വന്നിരിക്കുന്നത്, അയാൾ നമ്മളോട് ഫുഡാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഫുഡ് കൊടുക്കും അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഫേവറായിട്ടുള്ള ആൻസർ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആര് വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഉത്തരം പോകേണ്ടത്. ആളുകൾക്കനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ സ്ഥലത്തും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആര് ഫുഡ് നമ്മളോട് വന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫുഡ് അവർക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കേണ്ടതുണ്ട്. ആരോടും അയ്യോ തരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം എന്താ? അവർക്ക് അത്രയും വിശക്കുന്നത് കൊണ്ടായിരിക്കും അവർ നമ്മളോട് ഭക്ഷണം ചോദിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോറിയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. സ്റ്റോറിയുടെ ഒരു പേര് തന്നെ നമുക്ക് എന്താണ്? ഒരു വെറൈറ്റിയാണ്, സ്റ്റോൺ സൂപ്പ്. നമ്മൾ ഒരുപാട് തരം സൂപ്പുകൾ കേട്ടിട്ടുണ്ടല്ലേ. വെജ് സൂപ്പ് നമുക്കറിയാം, മട്ടൺ സൂപ്പ് അറിയാം, ചിക്കൻ സൂപ്പ് അറിയാം, ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോൺ സൂപ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഈ സ്റ്റോൺ സൂപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റോറിയിലൂടെ പോയി മനസ്സിലാക്കാം. എന്തായാലും ഒരു സ്പെഷ്യൽ സൂപ്പാണത്. ആ ഒരു സ്പെഷ്യൽ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹിയർ വി സ്റ്റാർട്ട് ദ ജേർണി. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. എ യങ് ട്രാവലർ reached a village. He was exhausted and hungry. The streets were empty. Every window and door was locked. The village seemed an unfriendly place. ഇവിടെ നമ്മളൊരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ട്രാവലർ ആരാണ്? ഒരു യങ് മാൻ ആണ് അല്ലേ. ട്രാവലർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഹോട്ട് ഡേയിൽ ഒരു വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്. ഹംഗ്രി എന്താണ്? വിശപ്പാണ് അല്ലേ. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ചാണ്. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. സ്ട്രീറ്റ് വേർ എംറ്റി. ആ തെരുവ് എന്താണ്? എംറ്റിയാണ്, ഒന്നുമില്ല അവിടെ, ആരുമില്ല. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്.
എല്ലാ വാതിലുകളും ജനലുകളും എന്ത് ചെയ്തിരിക്കുന്നു? ആ കുട്ടി അടച്ചിരിക്കുന്നു. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സ്ഥലമായിട്ട് ആ വില്ലേജിനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തോന്നി. The hope. At last he came to a small cottage. He knocked at the door. An old woman peeked out and opened the door. "Who are you?" she asked. "I am a traveler and I am very hungry," he said. "Could you please give me something to eat?" "Oh, we are all very poor," the woman said. "We don't have enough food for ourselves." And she closed the door. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ട്രാവലർ എന്നാലും വേണ്ടില്ല ഒരിത്തിരി എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും കുറച്ച് ഫുഡ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ നടന്നു വന്ന് ലാസ്റ്റ് അദ്ദേഹം ഒരു ചെറിയ കോട്ടേജിൻ്റെ ഫ്രണ്ടിലെത്തി. അദ്ദേഹം ആ ഡോർ എന്ത് ചെയ്യുന്നു? നോക്ക് ചെയ്യുന്നു. നോക്ക് ചെയ്യുക പറഞ്ഞാൽ എന്താ? മുട്ടുന്നു. അപ്പം ആ സമയത്ത് ഒരു ഓൾഡ് വുമണാണ് ഡോർ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നുണ്ട്? പീക്ക്ഡ് ഔട്ട്, എത്തിച്ചൊന്ന് നോക്കുന്നുണ്ട്. നമ്മളൊക്കെ നോക്കും അല്ലേ? കോളിംഗ് ബെല്ല് വന്നു കഴിഞ്ഞാൽ ജനവാതിലിന് ഉള്ളിലൂടെ ഒന്ന് നോക്കും ആരാണ് പുറത്ത് എന്ന്. എന്നിട്ടാണ് നമ്മൾ ഡോർ തുറക്കുന്നത്. അപ്പം അതുപോലെ ഈ സ്ത്രീയും എന്ത് ചെയ്തു? എത്തിച്ച് നോക്കി. ഡോറ് തുറന്നു കഴിഞ്ഞ് അവർ ചോദിച്ചു എന്ത്? "ഹു ആർ യു?" ആരാ നീ? അവർക്കറിയില്ലല്ലോ. ദെൻ ദ ട്രാവലർ റിപ്ലൈഡ്, "ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി." അന്നേരം നമ്മുടെ ട്രാവലർ എന്ത് പറഞ്ഞു? "ഞാനൊരു യാത്രക്കാരനാണേ, പക്ഷേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്?" നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ദയവായി കഴിക്കാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചു. ദെൻ എന്താണ് ആ വുമൺ റിപ്ലൈ കൊടുത്തത്? "ഓ, വി ആർ ഓൾ വെരി പുവർ. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽഫ്." ഇവിടെ ഞങ്ങളെല്ലാവരും വലിയ പാവങ്ങളാണ്, ദരിദ്രരാണ് ഞങ്ങളെല്ലാം. ഇവിടെ ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കയ്യിൽ എനിക്ക് കഴിക്കാൻ തന്നെ ഫുഡില്ല, പിന്നെ ഞാൻ നിനക്ക് എങ്ങനെ അത് ഷെയർ ചെയ്യും എന്നുള്ളതാണ് അല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ലേഡി എന്ത് ചെയ്തു? ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ആ ലേഡി ഫുഡ് കൊടുക്കാണ്ടിരുന്നത്? അവരുടെ കയ്യിൽ ചിലപ്പോൾ ഫുഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും ഫുഡ് ഉണ്ടാവില്ല. പക്ഷേ അവർ ചെയ്തതൊരു നല്ല കാര്യമാണോ? നിങ്ങൾ അതിനകത്ത് ആ ഒരു പ്രവൃത്തിയോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? നമ്മൾ ഫുഡ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കയ്യിൽ ഉള്ളതിൻ്റെ ഒരു പങ്ക് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കൊടുക്കണം. എല്ലാം നമ്മൾ തന്നെ കഴിച്ച് നമ്മളുടെ ഒരു വിശപ്പ് മാത്രം മാറിയാൽ മതിയോ? ഇല്ല, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും. അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിശക്കുന്നവന് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. The soup stone. The traveler picked up a round stone from his bag and knocked again. The soup stone. The traveler picked up a round stone from his bag and knocked again. The old woman opened the door. "What now?" she asked, feeling irritated. "I'm going to make stone soup," the traveler announced. "It is delicious." "Stone soup?" The woman giggled. "How can you make soup from a stone?" "Oh, yes, I can," the traveler said. He looked so confident. The woman let him in. ഇവിടെ ഡോർ അടച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രാവലർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു സ്റ്റോൺ എടുത്തു. എന്നിട്ട് വീണ്ടും ഡോർ നോക്ക് ചെയ്യുന്നു. വുമൺ വരുന്നു. അവർ ചോദിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും കാര്യം പറഞ്ഞതാണല്ലോ. എന്നിട്ട് വീണ്ടും വീണ്ടും മുട്ടി വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്താ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഡോർ തുറന്നു. അപ്പോൾ നമ്മുടെ ട്രാവലർ പറഞ്ഞു എന്ത്? "ഞാനൊരു സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു. സോ സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗിഗിൾഡ്, ഇങ്ങനെ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. "എങ്ങനെയാണ് നിങ്ങൾക്കൊരു സൂപ്പ് സ്റ്റോണിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നത്?" എന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ ട്രാവലർ പറഞ്ഞു, "ഓ യെസ് ഐ ക്യാൻ, എനിക്ക് കഴിയും" എന്ന് ട്രാവലർ പറഞ്ഞു. അത്രയൊക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇത് കേട്ടപ്പോൾ വുമൺ എന്ത് ചെയ്തു? അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആ വുമൺ ചിരിച്ചത്? നമുക്കറിയാം, കല്ലിൽ നിന്നൊന്നും സൂപ്പ് ഉണ്ടാക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ? അതുകൊണ്ടായിരിക്കാം അവിടെ എന്ത് ചെയ്തേ? വുമൺ ചിരിച്ചിട്ടുണ്ടായിരിക്കാം. "The delicious dish. Fill the pot with water. Put it on the fire,"
said the young traveler. The old woman did so. Soon the water began to bubble. The traveler washed the big round stone and put it into the pot. He stirred the soup round and round. As he stirred, he hummed a little tune. Then she tasted it and said, "It's almost ready, but a pinch of salt and a bit of butter would make it better." The old woman had some salt and butter, so she added them to the pot. സൂപ്പ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഓൾഡ് വുമൺ എന്ത് ചെയ്തു, ട്രാവലറിനെ അകത്തോട്ട് കയറ്റിയിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അകത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു പോട്ടിൽ ഇത്തിരി വെള്ളം എന്ത് ചെയ്യാൻ പറഞ്ഞു, ഫയറിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ തീയിൽ വെച്ച വെള്ളം എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിളച്ച സമയത്ത് ഈ കഴുകി വെച്ച കല്ല് അദ്ദേഹം അതിനകത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ റൗണ്ടിൽ ഇളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ഈ ഇളക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ട്രാവലർ പറഞ്ഞു, എന്ത്, ഇതിനകത്ത് ഇത്തിരി ബട്ടറും ഇത്തിരി സോൾട്ട് കൂടി ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഓൾഡ് വുമൻ്റെ കയ്യിൽ ഒരിത്തിരി ബട്ടറും സോൾട്ടും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അവരതിനകത്ത് ഇട്ട് കൊടുത്തു. ശരിക്കും ഇപ്പോൾ നമ്മുടെ ട്രാവലർക്ക് ഇത്തിരി ബട്ടറും സോൾട്ടും സ്റ്റോണും വെച്ച് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പറ്റുമോ അവർക്കത്? നോക്കാം നമുക്ക്. ദ ഇൻഗ്രീഡിയൻസ്. എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചേരുവകളാണല്ലേ. നമ്മളൊരു പാചകം ചെയ്യുന്ന സമയത്ത് ഓരോ ഡിഷിനും നമ്മൾ ഇത്തിരി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈസ് ദ സൂപ്പ് റെഡി? asked the old woman. "Oh no, not yet," said the young traveler. "It is delicious and fulfilling. It is as tasty as you could ever imagine, but an onion or two would make it tastier." The old woman sliced some onions and added them into the pot with the soup stone. The aroma spread out through the window, drawing the attention of a neighbor. "What are you cooking?" he asked. "Stone soup," the traveler said. "Stone soup? I had never heard of such a thing," said the villager. "Yes, it's a special soup. Do you have anything to add?" the traveler asked. "Yes, I have some turnips and beans," the neighbor replied. He ran home, brought them and added to the pot. സോ നമ്മുടെ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് ഓൾഡ് ലേഡി ചോദിച്ചു, എന്ത്, ഇപ്പോൾ സൂപ്പ് റെഡി ആയോ? അന്നേരം നമ്മുടെ ട്രാവലർ പറഞ്ഞു, ഇല്ല, ഇതിനകത്ത് ഇത്തിരി ഒണിയൻ കൂടി ഇട്ടിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് നമ്മുടെ ഓൾഡ് വുമൺ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒണിയൻ എന്ത് ചെയ്തു, അതിനകത്തേക്ക് കൊണ്ടിട്ടു. ഈ സമയത്ത് ഒരു ബെറ്റർ അരോമ എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. അരോമ മീൻസ് നൈസ് സ്മെൽ. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അമ്മമാർ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും അല്ലേ, അന്നേരം നമുക്ക് കൊതിയാവില്ലേ? അതുപോലെ എന്ത് ചെയ്തു, എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടുന്ന രീതിക്കുള്ള ഒരു സ്മെല്ല് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ സ്മെല്ല് ഫീൽ ചെയ്ത ഒരു നൈബർ എന്ത് ചെയ്തു, നമ്മുടെ ഓൾഡ് വുമൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ട്രാവലർ പറഞ്ഞു, സ്റ്റോൺ സൂപ്പാണെന്ന്. സ്റ്റോൺ സൂപ്പോ, ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അന്നേരം നമ്മുടെ ട്രാവലർ വിടാനൊക്കുന്നില്ല കേട്ടോ. എന്ത് പറഞ്ഞു, ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ്, എൻ്റെ കയ്യിൽ ഇത്തിരി ട്യൂണിപ്സും ബീൻസും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അതും എടുത്തുകൊണ്ട് നമ്മുടെ സൂപ്പിനകത്ത് എന്ത് ചെയ്തു, കൊണ്ടിട്ടു. ഇതുപോലെ വേറെ എന്തെല്ലാം ഐറ്റംസ് ആയിരിക്കും നമുക്ക് ആ സൂപ്പിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്? വേറെ എന്തെല്ലാം ആഡ് ചെയ്യാൻ പറ്റും സൂപ്പിനകത്ത്? വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ സൂപ്പ് എന്താവും, ഇത്തിരി കൂടി ടേസ്റ്റി ആവും. ഇപ്പോൾ ട്യൂണിപ്സ് ആഡ് ചെയ്തു, ഓണിയൻ ആഡ് ചെയ്തു, ബീൻസ് ആഡ് ചെയ്തു. അതുപോലെ കുറച്ചുകൂടി വെജിറ്റബിൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പിനകത്ത് ആഡ് ചെയ്യാനൊക്കും. ദ ക്യൂരിയോസിറ്റി. The villagers started talking about the strange dish, stone soup. One by one, they followed the delicious aroma. "Is the soup ready?" asked the villagers. "Oh no, not yet,"
said the young traveler. "This soup is good, but a carrot or two make it tastier." "I will go and get some carrots from my garden," said a young lady. She pulled out some fresh carrots from her garden and brought it back to the old woman's house. Then she chopped and added them to the soup. The traveler stirred the soup round and round. As he stirred, he hummed a little tune. ഇപ്പോൾ നമ്മുടെ ട്രാവലർ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രെയിൻ സൂപ്പ് വില്ലേജിൽ മുഴുവൻ എന്തായിട്ടുണ്ട്, ഒരു സംസാരമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു നല്ല സ്മെല്ലാണ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ എല്ലാം ശ്രദ്ധ അതിനകത്തേക്ക് പിടിച്ചു പറ്റുന്നത്. അപ്പോൾ ഇത് സൂപ്പ് റെഡിയായോ എന്ന് വീണ്ടും ആളുകൾ ചോദിക്കുമ്പോൾ ട്രാവലർ പറയും എന്ത്, ഇല്ല സൂപ്പ് റെഡി ആയില്ല, കുറച്ച് ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ആക്കാമായിരുന്നു എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുന്ന ഒരു യങ് ലേഡി എന്ത് ചെയ്യും, അവരുടെ ഗാർഡനിൽ നിന്ന് ഒരു ക്യാരറ്റ് എന്ത് ചെയ്യുന്നു, പറിച്ചുകൊണ്ട് വന്ന് അതിനെ സ്ലൈസാക്കി നമ്മുടെ സൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ട്രാവലർ വീണ്ടും പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ സൂപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. "The happiness. Is the soup ready?" asked another villager. "Oh no, not yet," said the young traveler. "The soup is delicious, but chicken would make it taste even better." Hearing this, an old farmer went to his house and brought a chicken. The old woman and the traveler cut the chicken and put it into the pot along with the carrots and the onion and the soup stone. Finally, the traveler sprinkled spices into the pot. He stirred the soup round and round. As he stirred, he hummed a little tune. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ഈ സൂപ്പ് റെഡിയായോ ഇപ്പോൾ? അപ്പം അന്നേരം അദ്ദേഹം പറഞ്ഞു എന്ത്, അയ്യോ ഇല്ല, ഇത്തിരി ചിക്കൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പ് എന്തായനെ, ഉഷാറായനെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു ഓൾഡ് ഫാർമർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ ഓൾഡ് വുമണും ട്രാവലറും കൂടി ചിക്കനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്ത് ക്യാരറ്റിൻ്റെയും ഒണിയൻ്റെ എല്ലാം കൂടെ നമ്മുടെ സൂപ്പിനകത്തേക്ക് ഇട്ടു. ഫൈനലി ട്രാവലർ വീണ്ടും എന്ത് ചെയ്തു, കുറച്ച് സ്പൈസസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. സ്പൈസ് വേണം അല്ലേ, കുറച്ച് എരിവും ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ പെപ്പറും അങ്ങനെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ എന്ത് ചെയ്യും, സൂപ്പിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ സൂപ്പിൽ സ്പൈസൊക്കെ ആഡ് ചെയ്ത് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ സൂപ്പ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം നോക്കൂ, ആ ട്രാവലർ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ സൂപ്പായിരുന്നു. അതിലിപ്പോൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വന്നു എന്ന് നമുക്കറിയാലോ. "The tasty soup." After a few minutes, the villagers asked, "Is the soup ready? It smells good and tastes good," said the young traveler, licking his lip. "Now the soup is ready to serve," he announced. The old woman hurried to get a few bowls. The young traveler took the stone out of the pot, cleaned it, and put it in his pocket. Then the traveler poured the soup into the bowls on the table. The villagers tasted the soup and exclaimed, "It is really delicious." കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സൂപ്പ് ആയില്ലേ എന്ന് വീണ്ടും ആളുകൾ ചോദിച്ചു. അന്നേരം സൂപ്പ് വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ ട്രാവലർ ഇങ്ങനെ ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ രുചിച്ച് നോക്കുക അല്ലേ, ചുണ്ടുകൊണ്ട് ഇങ്ങനെ നാവ് വെച്ച് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ, അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇത് സെർവ് ചെയ്യാനായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ പോയി പെട്ടെന്ന് കുറേ ബൗൾസൊക്കെ എടുത്തുകൊണ്ട് വന്നു. ട്രാവലർ ആദ്യം സൂപ്പിൽ നിന്ന് എന്ത് ചെയ്തു, സ്റ്റോൺ എടുത്ത് മാറ്റി അത് ക്ലീൻ ചെയ്ത് അവൻ്റെ പോക്കറ്റിനകത്ത് വെച്ചു. എന്നിട്ട് സൂപ്പ് എല്ലാ ബൗളിലും ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. വില്ലേജേഴ്സ് എല്ലാം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്ത്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്, ഇതെന്താണ്, വളരെ രുചിയുള്ളതാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഷോ ദാറ്റ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി, നല്ല രുചിയുള്ളതാണ് എന്ന് കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണ് ഇതിനകത്ത് എന്നാണ്. ഏതാണ്? അതെ, ലാസ്റ്റ് വൺ ആണല്ലേ. ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. അപ്പോൾ ഡെലീഷ്യസ് എന്ന് പറഞ്ഞാലും ടേസ്റ്റി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, മീനിങ് സെയിം ആണ്. അപ്പോൾ ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗി കൂട്ടി അതിനെ ആലങ്കാരികമായിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ.
The realization. We would also like to make the soup. Where can we get such a magic stone? Asked the villager. The traveler smiled and took the stone out of his pocket and said, Look, it is just an ordinary stone. The soup tasted good because of all the yummy vegetables and chicken you shared. The villager was surprised. The making of the soup brought the villagers together. From that day onwards, they share their food and live happily ever after. അപ്പോൾ നമ്മുടെ ട്രാവലർ പോവാൻ നേരം വില്ലേജേഴ്സ് ചോദിച്ചു എന്ത് ഞങ്ങൾക്ക് കൂടി ഇതിൻ്റെ ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോ, ഈ മാജിക് സ്റ്റോൺ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ട്രാവലർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പോക്കറ്റിൽ നിന്ന് സ്റ്റോണും എടുത്തിട്ട് പറഞ്ഞു എന്ത് ഇത് ഒരു ഓർഡിനറി, ഇതൊരു സാധാരണ സ്റ്റോണാണ്. സൂപ്പ് ടേസ്റ്റ് ആക്കിയത് എന്താണ്, അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനുമാണ്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത സാധനങ്ങളാണ് സൂപ്പിന് ടേസ്റ്റ് കൊടുത്തത്. ഇത് കേട്ടപ്പോൾ വില്ലേജേഴ്സിനെല്ലാം എന്തായി, അവർക്കൊക്കെ ഭയങ്കര സർപ്രൈസായിപ്പോയി. അവരെന്ത് ചെയ്തു, ആ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അവരെല്ലാവരും ഷെയർ ചെയ്ത് ഒരുമിച്ച് നിന്നു അല്ലേ. ഉള്ള കയ്യിലുള്ള സാധനങ്ങളെല്ലാം എല്ലാവരും കൊടുത്തു. അങ്ങനെ അവർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാണ്ട് ഷെയർ ചെയ്ത് എല്ലാ ഫുഡും ഷെയർ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് മനസ്സിലാക്കി പിന്നീടുള്ള കാലം മുഴുവൻ അവരെന്ത് ചെയ്തു, അവരുടെ കയ്യിലുള്ള എല്ലാ ഫുഡുകളും ഷെയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് അവിടെ ജീവിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാവലർ അവിടെ ഒരു ട്രിക്ക് പ്രയോഗിച്ചതാണല്ലേ, അവരെ എല്ലാവരെയും ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ട്രാവലർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനെ തോന്നുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, അതെ, ഫുഡ് എന്നുള്ളത് നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടതാണ്, ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫുഡ് ഷെയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ കിട്ടാണ്ട് വിശക്കുന്നവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഹത്വം എത്ര പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യില്ല, തീരുന്നതല്ല, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതും അല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ വിശക്കുന്നേക്ക് ആരെങ്കിലുമൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ വില്ലേജേഴ്സിനെ പോലെയാണോ നമ്മളാവേണ്ടത്? അല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആവരുത് എന്നാണ് നമ്മുടെ യങ് ട്രാവലർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി വരുന്നത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. സ്റ്റോറി അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം സ്റ്റോറി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.